ഹായ് എവരിബഡി, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മാമ്പഴ കേസരി. ഇപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ, മാമ്പഴമൊക്കെ ആയി വരുന്നു. ഇനി നമ്മൾ ആ സീസൺ അനുസരിച്ച് ഒരു കേസരി ചെയ്യാൻ പോവാണ്. ഇതിന് നമ്മൾ ഒരു ഫ്രൈങ് പാൻ എടുത്തിട്ട് 2 സ്പൂൺ നെയ്യ് അതിലൊഴിച്ച് അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും കുറച്ച് കിസ്മിസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കുക. അത് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം അതേ പാത്രത്തിലേക്ക് നമ്മൾ 2 സ്പൂണ് നെയ്യ് വീണ്ടും ഒഴിച്ചിട്ട് ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 1.25 കപ്പ് റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ റവ അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. ഒരുപാട് മൂത്ത് പോകണ്ട, ഒരു ചുവപ്പ് കളറാകുന്നത് വരെ വറുത്ത് അത് കോരി വെക്കുക. ഇനി നമ്മൾ എടുക്കേണ്ട ഒരു മാമ്പഴമാണ്. ഒരു മാമ്പഴം എടുത്ത് അതിൻ്റെ തോലിയെത്തി അതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ അതിലൊരു 100 ഗ്രാം പഞ്ചസാര ഇട്ടു. ആ പഞ്ചസാര നന്നായിട്ട് ഉരുകി വരണം. ഉരുകി വന്ന് അതൊരു ശകലം തിക്കാകണം. അതായത് ഒരു നൂൽ പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് അതുവരെ നമ്മൾ ഒന്ന് ചൂടാക്കി ഒരു നൂൽ പരുവത്തിലേക്ക് പഞ്ചസാര അരുത്ത് വരണം. അതങ്ങനെ അരുത്ത് വരുന്നതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങാപ്പഴം അത് നമ്മൾ ചേർത്ത് ആ പഞ്ചസാര പാനിക്കകത്ത് നല്ലപോലെ കിടന്ന് വേകണം. ഇപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ നമ്മൾ ചേർക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വേകാൻ അനുവദിക്കുക. അത് ഇളക്കി കൊടുക്കണം, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട കാര്യമില്ല, ന്യായമായൊരു വേവിച്ച അത് വേകുന്നതിന് വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എനിക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു അല്പം ഏലക്കാപ്പൊടി ചേർക്കുന്നത് കുഴപ്പമില്ല, നല്ലതായിരിക്കും, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഏലക്കാപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഈ മാങ്ങ പഞ്ചസാര പാനിക്കകത്ത് നന്നായിട്ടൊന്ന് വെന്ത് ആ പഞ്ചസാര പാനിയൊക്കെ മാങ്ങയിലേക്കും കൂടെ ഒന്ന് പിടിച്ച് അത് നല്ല ഒരു പദം വരും. ആ പദം വരുന്ന സമയത്ത് നമുക്ക് ഇത് തീ കെടുത്തിയിട്ട് ആ മാങ്ങ ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഇങ്ങനെ വെന്ത് കിട്ടിയ മാങ്ങ ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ഉള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ 1.25 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. നമ്മളൊരു 4.5 കപ്പ് വെള്ളം എടുത്തിരിക്കുന്ന അളവിന് 4.5 കപ്പ് വെള്ളം നമ്മൾ ആ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒരു 2 സ്പൂണ് നെയ്യ് ആ വെള്ളത്തിലേക്ക് ഒഴിക്കുക. അതുപോലെ തന്നെ ഒരു 3 സ്പൂണ് കുക്കിംഗ് ഓയിൽ, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്, ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അത് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾക്ക് ഫുഡ് കളറ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ്. മാംഗോ യെല്ലോ ആകുന്നുണ്ട്, മാംഗോയുടെ ആ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് നല്ലപോലെ തിളച്ച് വരും. ആ വെള്ളം അതുകൂടി ഒഴിച്ച് വെള്ളം ഇളക്കി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന റവ അതിനകത്തേക്ക് ഇടുക. റവ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അടി ഒട്ടും കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കി മിക്സ് ആയതിന് ശേഷം നമ്മളൊരു മൂടി വെച്ച് അത് അടച്ചു വെച്ച് വേവിക്കുക. ഒരുപാട് തീ കൂട്ടി കൊടുക്കരുത്, തീ മീഡിയം ഫ്ലെയിമിലേ കൊടുക്കാവുള്ളൂ. അങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ആ മൂടി എടുത്തിട്ട് ഇതൊന്നുകൂടെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരുമാതിരി കട്ടിയായി വന്നിട്ടുണ്ടായിരിക്കും, അത് തിക്കായി വന്നിട്ടുണ്ടായിരിക്കും. ഈ തിക്കായി വരുന്ന ആ സമയത്താണ് നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ 1.25 കപ്പ് റവ എടുത്തിരിക്കുന്നുണ്ട്, 1.25 കപ്പ് പഞ്ചസാര കൊടുക്കുന്നത്. അത് ഓരോരുത്തർക്കും താല്പര്യം അനുസരിച്ച് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാം, അല്ല കുറവ് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുത്താലും മതി. ആ പഞ്ചസാരയും കൂടെ ഇട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക ചെയ്യുന്നത്. 1.25 കപ്പ് പഞ്ചസാര ഇട്ട് നമ്മൾ ഇളക്കി ചേർത്തു. ആ ഇളക്കി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ മിശ്രിതം ഒന്നുകൂടെ ഒന്ന് ലൂസാകുന്നതുകൊണ്ട് ഒന്നും ചിന്തിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല. അത് വീണ്ടും കട്ടിയായിക്കോളും. ഈ സമയം നമുക്ക് ആവശ്യമെങ്കിൽ അല്പം എസൻസ് ചേർത്ത് കൊടുക്കാം. അല്പം എസൻസ് ഒരു നെയ്യ് എടുത്ത പാത്രത്തിനകത്തിട്ട് അല്പം എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരുപാട് വേണമെന്നില്ല, ഒരു 8-10 തുള്ളി എസൻസും കൂടെ കൊടുക്കാം. അത് മസ്റ്റല്ല, താല്പര്യം അനുസരിച്ച് കൊടുത്താൽ മതി. എസൻസും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും, അതിന് വേണ്ടിയിട്ടാണത്. അതങ്ങനെ ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വീണ്ടും യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ പഞ്ചസാരയും എസൻസും എല്ലാം കൂടി യോജിച്ചു. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് നെയ്യൂടെ ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം നെയ്യും കൂടെ ഒഴിച്ച് നമ്മളിപ്പം വീണ്ടും മിക്സ് ചെയ്യുക. വീണ്ടും റീമിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ചെറിയ തീയിൽ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതത്ര ആയി കഴിയുമ്പോൾ നമ്മൾ കോരി വെച്ചിരിക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
മാങ്ങ ഇപ്പോൾ പഞ്ചസാര പാവിനകത്ത് കിടന്ന് മാങ്ങ നല്ല പദമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മളതിനകത്ത് വറുത്ത് കോരി വെച്ചിരിക്കുന്ന നമ്മൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അത് മിക്സ് ചെയ്യുക. ഇത് ഇളക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും, തീ വളരെ കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അടി പിടിക്കാതെ നമ്മളിത് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, നല്ലതായിരിക്കും. എന്നിട്ട് നമ്മളിതുപോലെ പാത്രത്തിൽ മോൾഡിനകത്തേക്ക് അത് ഒഴിച്ച് വെച്ചിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം ആ മോൾഡ് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മളുടെ മാമ്പഴ കേസരി റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ വളരെ ഭംഗിയാണ്, നല്ല സ്മെല്ലും ആയിരിക്കും, അതുപോലെ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കുന്ന ഒരു കേസരിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റായിരിക്കും, അത് കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ തന്നെ ടേസ്റ്റും ആയിരിക്കും, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾ കമൻസുകൾ അറിയിക്കുക. വീണ്ടും കാണും വരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കും.